നോർമലി ഇങ്ങനെ ഒരു ചിത്രം ഇറക്കുന്ന സമയത്ത് ഉറപ്പായും ഇത് ഒരു റിയൽ ഇൻസിഡന്റ് ആണ് താങ്കൾ പറഞ്ഞത്. അപ്പം ശരിക്കും ഇങ്ങനെ റീൽസ് അങ്ങനത്തെ ഒരു അത്രയും പനി എന്ന ചിത്രം നോക്കിയാൽ അതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ റിയൽ ഇൻസിഡൻസിന് ബേസ് ചെയ്തുള്ള ചിത്രം ഇൻസ്പയർ ചെയ്യുക, അത് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? ഇപ്പോഴും അങ്ങനത്തെ കസ്റ്റമൊക്കെ നടക്കുന്നുണ്ട്. താങ്കളുടെ ചിത്രം ഇറങ്ങി അപ്പൊ അങ്ങനത്തെ മെസ്സേജ് കിട്ടിയിട്ട് പോലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അല്ല, അത്തരം സിനിമകൾ നമുക്ക് സിനിമ കൊണ്ട് ഈ ലോകം നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ നമ്മളുടെ മീഡിയ എന്നുള്ള രീതിയിൽ, ഈ പവർഫുൾ ആയിട്ടുള്ള ഈ മാധ്യമം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പനി ഇപ്പോഴും നടക്കുന്നുണ്ട്, അവിടെ മേഴ്സി കില്ലിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട്. മാതാപിതാക്കളെ മക്കൾ തന്നെ കൊല്ലുന്ന ഒരു ആചാരമാണ്. അത് ഇന്ന് പല രീതിയിൽ അത് മിസ്യൂസ് ചെയ്യുക. അതാണ് പനിയുടെ കാലിക പ്രസക്തി. അതുപോലെ ഇതും ഒരു ഫീൽ ഗുഡാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു നടന്ന കാര്യമാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഡാൻസ് പാർട്ടി, അതിലൊരു ഭയങ്കര റോക്കെ ആയിട്ട് ഒരു ബ്ലാസ്റ്റ് ചെയ്ത തരത്തിലുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഇതിലേക്ക് വരുന്നൊരു ഗ്രാമീണ ഒരു തരത്തിലുള്ള ഒരു സാധാ പെൺകുട്ടി എന്ന രീതിയിൽ, അപ്പം ഏത് തരം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? ഏത് തരം കഥാപാത്രം ചെയ്യാനാണ് ഏറ്റവും എളുപ്പം? അതിൽ എന്താണ് ലിൻഡ ലൂക്കോസ് അല്ലെങ്കിൽ ബുള്ളറ്റ് ഡയറീസിൽ നിന്നുമാണ് ഞാൻ ഡാൻസ് പാർട്ടിയിലേക്ക് പോകുന്നത്. കാരണം ബുള്ളറ്റ് ഡയറീസ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഡാൻസ് പാർട്ടി ഇപ്പൊ ജസ്റ്റ് ഡാൻസ് പാർട്ടി സോ ഹാപ്പൻഡ്, അത്രേ ഉള്ളൂ. അതായത് ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെ നടക്കുന്ന സമയത്ത്, ഞാൻ വലിയ കാര്യമായിട്ട് സിനിമയൊന്നും കമ്മിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് തലമുടിയിലൊക്കെ കളറടിച്ച് നടന്നപ്പോൾ സോജായിട്ട് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു, അങ്ങനെ ഈ ലുക്ക് കുഴപ്പമില്ല പ്രയാഗ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത പടമാണ്, അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല, സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് ഇഷ്ടമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കംഫർട്ടബിൾ ടീമാണ്. സന്തോഷ് സ്വീറ്റ് ഹാർട്ട്. വർക്ക് ചെയ്യാനായിട്ടും അല്ലാതെ ഒരു നല്ല മനുഷ്യന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രതീതിയാണ് നമുക്ക്. ശ്രീകാന്തേട്ടൻ ഇസ് മോർ ലൈക്ക് എ ഫാമിലി മെമ്പർ. ധ്യാനേട്ടനായിട്ട് എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. അപ്പം ഒരു വർക്കിംഗ് കെമിസ്ട്രി ഉണ്ട് നമുക്ക്. അപ്പം എല്ലാ ആസ്പെക്ട് നോക്കുമ്പോഴും ഇത് എടുത്ത് ചെയ്യാലോ എന്ന് തോന്നി. അങ്ങനെ ചെയ്ത പടമാണ്. പിന്നെ പെർഫോമൻസ് വൈസ് ഞാൻ മലയാളത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് സ്കോപ്പുള്ളൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷെ നിങ്ങളാരും ചിലപ്പം അത് അത്ര കമേഴ്ഷ്യലി വിശ്വാസപൂർവ്വ മനസ്സോടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പി.ടി. കുഞ്ഞുമുഹമ്മദ് സാറിന്റെ അത്തരം കഥാപാത്രങ്ങൾ സബ്സ്റ്റൻസുള്ള സ്പേസുള്ള എന്നെ ചാലഞ്ച് ചെയ്യുന്ന ഐ തിങ്ക് ദാറ്റ്സ് ദ റൈറ്റ് വൺ കഥാപാത്രങ്ങൾ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമുക്കിപ്പം